യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരിയിൽ എന്നെ ഒരു സാക്ഷിയായി തീർത്തതിന് അമ്മയ്ക്കും തിരുവുമാരനും ആദ്യം തന്നെ നന്ദി പറയുന്നു. എൻ്റെ പേര് ജിഷ. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ കോട്ടയം സെൻറ്റ് തോമസ് മലങ്കര കത്തോലിക്ക ദേവാലയ ഇടവക അംഗമാണ്. എൻ്റെ മോളുടെ പേര് ജസ്റ്റിന. ഞാനിവിടെ സാക്ഷ്യപ്പെടുത്താൻ പോകുന്നത് 13 വർഷമായിട്ട് വെള്ളമില്ലാതെ ഭാരപ്പെട്ട് 5 കിണർ കുഴിച്ചു. 5 കിണറും പാറ മാത്രം അവശേഷിച്ചു. ഒരു കുഴൽക്കിണർ കുത്തി, അവിടെയും 125 അടി താന്നു. അവിടെയും പാറപ്പൊടി അല്ലാതെ എനിക്കൊന്നും കിട്ടിയില്ല. ഞാൻ മനസ്സ് മടുത്തു. ഞാൻ ഇനിയും കിണർ കുഴിക്കുകയില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുന്ന വേളയിൽ എൻ്റെ അടുത്ത് ഞാൻ ഈ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ദിവസവും സ്റ്റാറ്റസ് ഇടാറുണ്ട്. സ്റ്റാറ്റസ് ഇട്ടപ്പോൾ എൻ്റെ അടുത്ത വീട്ടിലെ ഒരു മകൾ പറഞ്ഞു, ചേച്ചി എനിക്ക് ഇച്ചിരി ഉപ്പ് തരണം, ഞാൻ ചേച്ചിയുടെ ഡെയിലി ബ്രെഡ് കാണാറുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവൾക്ക് ഉപ്പ് കൊടുത്തു. അവൾ ആദ്യം ഒരു കിണർ വെട്ടി. അവിടെ അത് പാറ തന്നെയാണ്, ആ പ്രദേശം മൊത്തം പാറയാണ്. അവൾ ആ കിണറ്റിൽ ഉപ്പിട്ടു. അവൾ വേറെ കിണർ വെട്ടി. അവൾക്ക് ഒത്തിരി വെള്ളം കിട്ടി. ആ സമയത്ത് ഞാനും ചിന്തിച്ചു, അത്രയും നാളും ഞാൻ ഇനിയും കിണർ വെട്ടില്ല എന്ന് തീരുമാനിച്ചിരുന്ന എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു ചിന്ത വന്നു, എനിക്കൊരു കിണർ വെട്ടണം എന്ന് കരുതി ഞാൻ മാതാവിനോട് ഇന്ന് പ്രാർത്ഥിച്ച് ആ മകനെ തന്നെ വിളിച്ചു. സ്ഥാനം കണ്ടു. അവൻ പറഞ്ഞു, 15 അടി താഴുമ്പോൾ ഇവിടെയും നിങ്ങൾക്ക് പാറയായിരിക്കും എന്ന് പറഞ്ഞു. ഞാനപ്പോൾ മനസ്സുകൊണ്ട് പറഞ്ഞു, ഞാൻ ഉടമ്പടിയിലാണ്, ഞാൻ ഡെയിലി ബ്രെഡ് കാണുന്നുണ്ട്, അച്ഛൻ്റെ ധ്യാനം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട് എന്നൊക്കെ ഞാൻ പൂർണ്ണമായി വിശ്വസിച്ച് ഞാൻ അവളുടെ മകനോട് പറഞ്ഞു, എന്തായാലും വെട്ടിക്കോ, നോക്കാമെന്ന് കരുതി. അങ്ങനെ വെട്ടി 15 അടി താന്നു ചെന്നപ്പോൾ അവിടെ ഒരു ഉരുണ്ട കല്ല് കണ്ടു. അത് പക്ഷേ നിസ്സാരമായിരുന്നു. അതിനു മുമ്പായിട്ട് ഞാൻ 5:30 ആകുമ്പോൾ വൃത്തിയായിട്ട് അവിടെ ആ കിണർ കുഴിക്കുന്ന സ്ഥലത്ത് നിന്ന് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കാണുകയും അവിടുത്തെ വെഞ്ചരിച്ച ഉപ്പ് അവിടെ ഇട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ ഒരു ഉരുണ്ട കല്ലായിരുന്നു, അതെടുത്ത് നീക്കാൻ സാധിച്ചു. പിന്നെ 22 അടി താഴ്ന്നപ്പോൾ ഞങ്ങൾക്ക് സമർത്ഥമായിട്ട് വെള്ളം, ഈ ഫെബ്രുവരിയിലാണ്, നല്ല ഉണക്കിൻ്റെ സമയമായിരുന്നു. ഒരു റിങ് അത്രത്തോളം ഞങ്ങൾക്ക് വെള്ളം കിട്ടി. അമ്മ മാതാവ് തന്ന ഈ അനുഗ്രഹത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരുന്നില്ല. അതുപോലെ രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യമെന്ന് പറഞ്ഞാൽ, എനിക്ക് കുറേ കാലം കൊണ്ട് നിൽക്കാത്ത ബ്ലീഡിങ് ആയിരുന്നു. ബ്ലീഡിംഗ് എന്ന് പറഞ്ഞാൽ ചെറുതല്ല, അമിതമായ ബ്ലീഡിങ്. അങ്ങനെ 9 ഹീമോഗ്ലോബിൻ ഉണ്ടായിരുന്ന എനിക്ക് 5 ആയിട്ട് അത് മാറി. അപ്പോൾ ഞാൻ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു, ഒരു സോണോഗ്രാഫി എടുക്കണം, സോണോഗ്രാഫി എടുത്ത് നോക്കിയാലേ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് സോണോഗ്രാഫി എടുക്കുന്നു. സോണോഗ്രാഫി എടുത്തപ്പോൾ യൂട്രസിൻ്റെ അകത്ത് ഒരു മാംസത്തിൻ്റെ ലെയർ ഉണ്ട്. അപ്പം ഡോക്ടർ പറഞ്ഞു, അത് ബയോപ്സിക്ക് വിടാം, എന്നാൽ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ്, ഈ ബ്ലീഡിങ് നിൽക്കാത്തത് കൊണ്ട് അത് ബയോപ്സിക്ക് വിടണം എന്ന് പറഞ്ഞു. അങ്ങനെ അത് ബയോപ്സിക്ക് വിടുന്നതിന് മുമ്പായിട്ട് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ അച്ഛൻ്റെ ധ്യാനം കൂടുകയും അച്ഛൻ നമ്മളോട് പറയുമല്ലോ, നിങ്ങൾക്ക് രോഗമുള്ള സ്ഥലത്ത് കൈവച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് പറയുകയും ചെയ്യും. അതുമൂലം ഞാൻ എൻ്റെ അടിവയറ്റിൽ കൈവച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി വെഞ്ചരിച്ച തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ ബയോപ്സിക്ക് വിട്ടു. റിപ്പോർട്ട് വന്നപ്പോൾ അത് യാതൊരു കുഴപ്പവും ഇല്ലെന്ന് അറിയുകയും ചെയ്തു. ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി. ഒപ്പം തന്നെ എൻ്റെ കക്ഷത്തൊരു മുഴ, ബ്രസ്റ്റിനൊരു മുഴ, അങ്ങനെ എനിക്ക് അസ്വസ്ഥതകൾ കൊണ്ട് പല പ്രാവശ്യങ്ങളും അസ്വസ്ഥതയാണ്. എങ്കിലും എല്ലാം ഈ വെഞ്ചരിച്ച തൈലവും അച്ഛൻ്റെ ധ്യാനത്തിൽ കൂടിയും എനിക്ക് ഒത്തിരി സൗഖ്യം ലഭിച്ചിട്ടുണ്ട്. ഈ മഴയാണേലും ഡോക്ടർ പറഞ്ഞു മെമ്മോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു. മെമ്മോഗ്രാം ചെയ്തു. അതും അച്ഛൻ്റെ ധ്യാനത്തിൽ അച്ഛൻ പറയും, പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് രോഗമുള്ള സ്ഥലത്ത് കൈവച്ച് പ്രാർത്ഥിക്കുക, അപ്പോൾ നിങ്ങൾക്ക് സൗഖ്യം കിട്ടുമെന്ന് ഞാൻ വിശ്വസിച്ചു. എനിക്കും സൗഖ്യം കിട്ടും, ഞാൻ പൂർണ്ണമായി എനിക്ക് സൗഖ്യപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. അതും എനിക്ക് മെമ്മോഗ്രാമിൽ നെഗറ്റീവായിട്ട് റിപ്പോർട്ട് വന്നു. ഇത് ഇത്രയുമാണ് എൻ്റെ സാക്ഷ്യം. ഇതിനി എൻ്റെ മോൾക്ക്. എൻ്റെ പേര് ജസ്റ്റീന. ഞാൻ +1 കഴിഞ്ഞു. ഞാൻ അമ്മയാണ് ഉടമ്പടി എടുത്തിട്ടുള്ളത്. അമ്മയുടെ കൂടെ പ്രാർത്ഥനയിൽ ഇങ്ങനെ വരികയും പള്ളിക്കകത്തിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. എൻ്റെ 8ാം ക്ലാസ് മുതലാണ് ഞാൻ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത്. ഞാൻ 7 വരെ എങ്ങനെ പഠിച്ചോ അങ്ങനെ തന്നെയാണ് 8, 9, 10 ഒക്കെ പഠിച്ചിരുന്നത്. എന്നാൽ 7ാം ക്ലാസ് വരെ എനിക്ക് കിട്ടാത്തൊരു ടോപ്പ് റാങ്ക്, മീൻസ് 2 ഡിവിഷനായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. അതിൻ്റെ അകത്ത് ഞങ്ങളുടെ ഡിവിഷനിൽ പോലും എനിക്കൊരു ടോപ്പ് മാർക്ക് എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. എന്നിട്ട് 8, 9, 10 ക്ലാസ്സുകളിൽ ഞാൻ ഉടമ്പടി മീൻസ് അമ്മയോടൊപ്പം വന്ന് ഇവിടെ പ്രാർത്ഥിച്ചു. അതിനുശേഷം എക്സാമിനൊക്കെ പോകുമ്പോഴാണെങ്കിലും
ഉടമ്പടി പ്രാർത്ഥന രാവിലത്തെ ഇല്ലേ, പ്രഭാത പ്രാർത്ഥന, അത് പ്രാർത്ഥിച്ചിട്ടാണ് പോയിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ബോർഡ് എക്സാമിന് പോകുമ്പോഴാണെങ്കിലും ഇവിടുത്തെ കാശുരൂപവും പിന്നെ ഉപ്പും ഒക്കെ കൊണ്ടുപോകായിരുന്നു. ഉപ്പ് ക്വസ്റ്റ്യൻ പേപ്പറിലും ആൻസർ പേപ്പറിലും ഒക്കെ ഇട്ട് വിശ്വാസപൂർവ്വം തന്നെ പ്രാർത്ഥിച്ചായിരുന്നു എക്സാം എഴുതിയിരുന്നതും. ആദ്യമൊക്കെ കയറുമ്പം ബോർഡ് എക്സാം, ICSEയുടെ ബോർഡ് എക്സാമാണ്. ബോർഡ് എക്സാമിന് ആദ്യമൊക്കെ കയറുമ്പോൾ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പം അറിയാമെന്നൊക്കെ തോന്നും, പക്ഷേങ്കിൽ എഴുതി വരുമ്പോൾ എവിടേക്കോ മറന്നു പോകുന്നൊരു ഫീലായിരുന്നു വന്നിരുന്നത്. പിന്നെ ഒരു വിശ്വാസത്തിൽ അതിങ്ങനെ ഉപ്പ് ഇട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിന്നെ എനിക്കൊരു പേടിയുണ്ടായിരുന്നു, ഇങ്ങനെ സീനിയേഴ്സൊക്കെ പറയുമായിരുന്നു സമയം കിട്ടത്തില്ല എന്നൊരു പ്രശ്നം വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് പറയായിരുന്നു സമയമൊന്നും കിട്ടാണ്ട് എനിക്ക് ഫുൾ എക്സാം എഴുതാണ്ടിരിക്കാൻ പറ്റരുത്, എല്ലാം എഴുതി നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കൂടി എനിക്ക് സാധിക്കണമെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ICSEയുടെ 10th റിസൾട്ട് വന്നു. എനിക്ക് 93%, സ്കൂൾ ടോപ്പർ ആകാനും എനിക്ക് സാധിച്ചു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ മാതാവ് നമുക്ക് മുമ്പേ ചെല്ലുന്നൊരു കാര്യം എനിക്കുണ്ടായിട്ടുണ്ട്. എൻ്റെ ലൈഫിൽ ഇപ്പം ആരെങ്കിലും എനിക്കിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെയും അതെല്ലാം മാതാവ് എനിക്ക് കൊണ്ടു തന്നതാണെന്ന് എനിക്കൊരു പൂർണ്ണ ബോധ്യമുണ്ട്. നമ്മുടെ ആവശ്യങ്ങളിൽ ഒരു ആളെന്ന രീതിയിലെങ്കിലും മാതാവിൻ്റെ സാന്നിധ്യം എനിക്ക് അടുത്തറിയുവാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പം കുമ്പസാരിക്കാനായിട്ട് കുറച്ചേറെ വൈകിപ്പോവാണ്, മീൻസ് നീണ്ടു പോവുകയാണെന്നുണ്ടെങ്കിൽ തന്നെയും മാതാവ് എന്നെ ഓർമ്മിപ്പിക്കും. കാരണം അപ്പോൾ എന്തെങ്കിലും എനിക്ക് കുറേ സങ്കടങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ എൻ്റെ ലൈഫിൽ വന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ശരിക്കും സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുമ്പം ഞാനിങ്ങനെ എൻ്റെ അടുത്ത് തന്നെ ചോദിക്കും, ഞാൻ എന്തിനാ ഇപ്പം എങ്ങനെ വരാൻ ചാൻസ് ഉണ്ടാവാൻ കാരണം എന്താണ് എന്നിങ്ങനെ ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു മറുപടി ലഭിക്കും, ഞാൻ ഒന്ന് കുമ്പസാരിച്ചിട്ട് എത്ര നാളായി. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പം അത് ശരിയാണ്, കുറേ നാളായി ഞാൻ ചിലപ്പം കുമ്പസാരിച്ചിട്ട്. അപ്പം ഞാൻ അതിനടുത്ത ദിവസങ്ങളിൽ തന്നെ പറ്റുന്ന രീതിയിൽ തന്നെ രാവിലത്തെ വിശുദ്ധ കുർബാനയിൽ ഞങ്ങൾ പങ്കെടുക്കും. ഞാനും അമ്മയും എന്നും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന വ്യക്തികളാണ്. അപ്പം രാവിലത്തെ കുർബാനയിൽ പങ്കെടുത്തിട്ട് അതിനടുത്ത ദിവസങ്ങൾ തന്നെ കുമ്പസാരം നടത്തിയിരുന്നു. പിന്നെ അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനമായി നടത്തുന്നതെന്ന് പറഞ്ഞാൽ അമ്മ ഇവിടുത്തെ പത്രം കൊണ്ടുവരും, സ്കൂളിലോ അല്ലെങ്കിൽ അറിയാവുന്ന ആർക്കെങ്കിലും കൊടുക്കണമെന്ന് പറയുമ്പോൾ അമ്മയുടെ നിന്ന് വാങ്ങിച്ചിട്ട് അങ്ങനെ കൊടുക്കാറൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ എനിക്കറിയാവുന്ന ആരാണെങ്കിലും അവർ ഇപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രശ്നമാണെങ്കിൽ അല്ലെങ്കിൽ ഇന്നതിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്നും എല്ലാം പറഞ്ഞാൽ പോലും പരിശുദ്ധ അമ്മയോടും ഈശോയോടും കയ്യിൽ ഞാൻ സമർപ്പിച്ച് ഇവരോട് പറയും, ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല, എല്ലാം അവർ സെറ്റ് ആയിക്കോളൂ എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറയാറുണ്ട്. അതിനുശേഷം അതെന്ത് റിസൾട്ടും ആയിക്കോട്ടെ, പോസിറ്റീവോ നെഗറ്റീവോ എന്ത് തന്നെ ആയാലും അത് തിരികെ വന്ന് പരിശുദ്ധ അമ്മയോടും ഈശോയോടും തിരിച്ച് പറയുകയും ചെയ്യും. അതിനുശേഷം പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ആണെങ്കിൽ കുറേയധികം നന്ദി പറയാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പണ്ട് മുതലേ എനിക്ക് പരിശുദ്ധ അമ്മയോടൊരു താല്പര്യമുള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ കുറേയധികം പരിശുദ്ധ അമ്മയുടെ ഒപ്പമായിരിക്കാനൊക്കെ ഞാൻ കുറേയധികം ശ്രമിച്ചിട്ടുണ്ട്. കൃപാസനത്തിൽ വന്നതിന് ശേഷം അത് എനിക്ക് വർദ്ധിപ്പിക്കുവാനാണ് സാധിച്ചത്. കുറേയധികം ജപമാല ചൊല്ലുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇത്രമാത്രം അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്ക് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞാനിപ്പം +1 കഴിഞ്ഞ് +2 കയറുകയാണ്. മുന്നോട്ട് പഠിക്കാനായിട്ട് ഞാൻ കുറേ അധികം കാര്യങ്ങൾ പഠിക്കാനായിട്ട് ഞാൻ കിടക്കുന്നു. മുന്നോട്ട് ഹയർ സ്റ്റഡീസൊക്കെ കിടക്കുന്നു. നമുക്ക് എല്ലാവർക്കും ആഗ്രഹങ്ങൾ കാണുമല്ലോ, അപ്രകാരം എനിക്ക് ആഗ്രഹങ്ങളുണ്ട്. ഞാൻ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. അതെല്ലാം നടക്കുവാനായിട്ട് ഞാൻ പ്രത്യേകം അമ്മയോട് പ്രാർത്ഥിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഞാൻ കഴിയുന്നത്ര വേഗത്തിൽ തന്നെ ഉടമ്പടി എടുക്കുമെന്ന് ഞാൻ ഈ അൾത്താരിൽ നിന്നുകൊണ്ട് അറിയിക്കുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് നടത്തുന്നത് എൻ്റെ വാഹനം കൊണ്ട് ഞാൻ വഴിയോരങ്ങളിൽ വെച്ചിട്ട് അവിടുന്ന് ഓരോരുത്തർക്കും പത്രം കൊടുക്കും. കാരുണ്യ പ്രവൃത്തി ദേവാലയത്തിൽ നിന്ന് അനാഥാലയങ്ങളിലേക്ക് ആഹാരം കൊണ്ടുപോകാറുണ്ട്. ആ സമയത്ത് ഞാനും ആഹാരം അവർക്ക് പൊതികെട്ടി അവർക്ക് കൊടുത്തുവിടും. പിന്നെ അമ്മയുടെ സാന്നിധ്യം മുല്ലപ്പൂവിൻ്റെ മണത്തിലും ആളിൻ്റെ രൂപത്തിലൊക്കെ എനിക്ക് ഒത്തിരിയും ഇവിടുന്ന് എന്ന് ഉടമ്പടി എടുത്തിട്ട് പോകുന്നോ അന്ന് എനിക്ക് ഇവിടുത്തെ അമ്മയുടെ സാന്നിധ്യം എനിക്ക് അനുഭവപ്പെടാറുണ്ട്. എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട്. ഇനിയും പല അനുഗ്രഹങ്ങളും എനിക്ക് ആളില്ലാത്തത് കൊണ്ട് പറയാൻ സാധിക്കാത്തത് കൊണ്ട് പറയുന്നില്ല. ഇത്രത്തോളം അനുഗ്രഹം തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 22-ാം തിരുവചനം. അവിടെ നിന്ന് മാറി അകലെ അവർ വേറൊരു കിണർ കുഴിച്ചു. അതിൻ്റെ പേരിൽ വഴക്കുണ്ടായില്ല. അവൻ അതിനെ റഹോബോത്ത് എന്ന് പേരിട്ടു. കാരണം അവൻ പറഞ്ഞു, കർത്താവ് ഞങ്ങൾക്കിടം തന്നിരിക്കുന്നു, ഭൂമിയിൽ ഞങ്ങൾ സമൃദ്ധിയുള്ളവരാകും. ഉൽപ്പത്തി പുസ്തകത്തിൽ ഇസഹാക്ക് പല കിണറുകൾ കുഴിച്ചതിനെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. അങ്ങനെ അവസാനമായി റഹോബോത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്
കുഴിച്ച് ആ സ്ഥലത്തിന് ആ പേര് തന്നെ ഇട്ടത്. ഇസഹാക്ക് നമ്മെ പഠിപ്പിക്കുന്നത് ഒരിക്കലും നമ്മുടെ പരിശ്രമത്തിൽ നിന്ന് പിന്മാറരുത് എന്നാണ്. ജിഷയുടെയും മകളുടെയും ഈ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അവരൊരിക്കലും ഇനി പിന്നോട്ട് പോവുകയില്ല എന്നാണ്. അവരുടെ വലിയൊരു സങ്കടമായിരുന്നു അവരുടെ സ്ഥലത്ത് വീടിൻ്റെ പറമ്പിലൊരു കിണർ കുഴിക്കുക എന്നുള്ളത്. അസാധ്യതകളുടെ ഒരു കൂമ്പാരമാണ് അവർ കിണർ കുഴിക്കുമ്പോൾ അവർക്ക് മറ്റുള്ളവരെല്ലാം പറഞ്ഞത്. പക്ഷേ അവരുടെ വീടിനടുത്തുള്ള ഒരു സഹോദരി ഇവരുടെ കയ്യിൽ നിന്ന് ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയി പ്രാർത്ഥിച്ച് അവരവരുടെ കാര്യസാധ്യതകൾ നടത്തിയപ്പോഴാണ് ജിഷയ്ക്ക് കത്തിയത്, പരിശുദ്ധ അമ്മയോട് ഞാൻ ഇത്രയധികം ചേർന്നിരിക്കുമ്പോൾ ഞാൻ എന്തിനു ഭയപ്പെടണം? അവിടെ ചെന്നു നിന്ന് ആ കിണർ കുഴിച്ച് വലിയൊരു പാറയുടെ പ്രതിസന്ധി വന്നപ്പോൾ അവിടെ ചെന്ന് നിന്നുകൊണ്ടാണ് അവിടുത്തെ ഡെയിലി ബ്രെഡ് കൂടുകയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അവിടെ സ്ഥാപിക്കുകയും അതുപോലെ തന്നെ അച്ഛൻ്റെ ആശീർവാദം അവിടെ സ്വീകരിച്ച് ഉടമ്പടി ഉപ്പിട്ട് അവൾ പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് ആ പാറ മാറ്റി കളയുവാനും അവരുടെ വളരെയധികം ജലം ആ കിണറ്റിൽ നിന്ന് അവർക്ക് ലഭിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ജിഷയുടെ സൗഖ്യം ഈശോ തന്നെ അവരെ സൗഖ്യപ്പെടുത്തിയതാണ്. മകളുടെ വലിയൊരു സാക്ഷ്യമാണ്. മകൾ നന്നായി പഠിക്കുന്ന കൊച്ചാണ്. പക്ഷേ എന്തോ അവൾക്ക് ഒരിക്കലും സ്കൂൾ ടോപ്പർ ആവാൻ സാധിച്ചിട്ടില്ല. ഞാൻ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് ഉടമ്പടി ചെയ്യാം. ഞാൻ 10ാം ക്ലാസ്സിലാണ്. ICSE സിലബസ് വളരെ ടഫാണ്. മകൾ അങ്ങനെ ഒരു പ്രസ്താവന മുന്നോട്ട് വെച്ചു. ഇപ്പോഴും പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഉടമ്പടി നേർച്ച വസ്തുക്കൾ കൊണ്ടുപോയിട്ടാണ് അവൾ പരീക്ഷ എഴുതിയത്. ഇപ്രാവശ്യത്തെ ഒരു സാധ്യതകളില്ലാത്ത ഒരു പരീക്ഷയിൽ സിലബസ് മാറി വന്നിട്ടും ക്വസ്റ്റ്യൻ പേപ്പർ മാറി വന്നിട്ടുമെല്ലാം അവളെ സ്കൂളിലെ ടോപ്പറായി അവളെ ഉയർത്തി എന്നതിൻ്റെ വലിയ സാക്ഷ്യമാണ്. പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹവും ഈശോയോടുള്ള അഗാധമായ ബന്ധവും ഈ മകളിവിടെ ഏറ്റുപറയുകയാണ്. ഇനി മുന്നോട്ട് 15 വയസ്സിന് ശേഷമുള്ള അവളുടെ ജീവിതത്തിൽ എനിക്ക് ഈശോ ആണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രഥമ സ്ഥാനം ഞാൻ കൊടുത്തിരിക്കുന്നത്. നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും സർവ്വശക്തിയോടും കൂടി ആരാധിക്കുക എന്നാണ് ഈശോ പറയുന്നത്. അവിടുന്ന് കൺക്ലൂഡ് ചെയ്യുന്നത് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ജിഷ എന്ന മകൾ പറയുന്ന ഒരുപാട് സാധ്യതകൾ, ഒരുപാട് കാരുണ്യപ്രവൃത്തികളെക്കുറിച്ച് ഏറ്റുപറയാനുണ്ട്. അവരെപ്പോഴും കാരുണ്യപ്രവൃത്തികളിലൂടെ ഈശോയെ അന്വേഷിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. നമ്മുടെ സാധ്യതകളെ നമുക്കെപ്പോഴും ഉടമ്പടിയിലൂടെ പ്രവർത്തിക്കാം, ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കാം. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ എന്നാണ് ഈശോ പറയുന്നത്. ജിഷയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി സാക്ഷി നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.